പൗരത്വ നിയമ ഭേദഗതിക്കെതിരെ സമരം നടത്തുന്നവർക്കു നേരെ സംഘപരിവാർ നടത്തിയ ആക്രമണത്തെ തുടർന്ന് വടക്കുകിഴക്കൻ ഡൽഹിയിൽ നടന്ന മുസ്ലിം വിരുദ്ധ കലാപത്തിൽ മുൻ JNU വിദ്യാർത്ഥി നേതാവ് ഉമർ ഖാലിദ്, JNU വിദ്യാർത്ഥി ഷർജീൽ ഇമാം എന്നിവർക്കെതിരെ ഡൽഹി പോലീസ് അനുബന്ധ കുറ്റപത്രം സമർപ്പിച്ചു. വർഗീയ കലാപത്തിന് വൻതോതിൽ ഗൂഢാലോചന നടത്തിയെന്ന കേസിൽ ഗുരുതരമായ UAPA നിയമപ്രകാരമാണ് ഉമർ ഖാലിദ്, ഷർജീൽ ഇമാം, ഫൈസൽ ഖാൻ എന്നിവർക്കെതിരെ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. കുറ്റകൃത്യങ്ങൾക്ക് പരമാവധി വധശിക്ഷ വരെ നൽകാവുന്ന ആരോപണങ്ങളാണ് പോലീസ് ചുമത്തിയിട്ടുള്ളതെന്നാണ് ദേശീയ മാധ്യമമായ NDTV റിപ്പോർട്ട് ചെയ്യുന്നത്. നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ, തീവ്രവാദ നിയമം, തീവ്രവാദ പ്രവർത്തനങ്ങൾക്കുള്ള ധനസമാഹരണം, ഗൂഢാലോചന എന്നീ വകുപ്പുകൾ പ്രകാരമാണ് 930 പേജുള്ള അനുബന്ധ കുറ്റപത്രം സമർപ്പിച്ചത്. ഡൽഹി സെഷൻസ് കോടതി മുമ്പാകെയാണ് കുറ്റപത്രം സമർപ്പിച്ചിട്ടുള്ളത്. ക്രിമിനൽ ഗൂഢാലോചന, കുറ്റകൃത്യം നടക്കുമ്പോൾ ഹാജരുണ്ടാവൽ, രാജ്യദ്രോഹം, കലാപം, കൃത്യനിർവഹണം തടസ്സപ്പെടുത്തൽ, അധാർമികത, വഞ്ചനം, കുഴപ്പങ്ങളുണ്ടാക്കൽ, തീയിടൽ, വീടാക്രമണം, വ്യാജരേഖ ചമയ്ക്കൽ, ആയുധ നിയമത്തിലെ വിവിധ വകുപ്പുകൾ, പൊതുസ്വത്തുക്കൾക്ക് നാശനഷ്ടം വരുത്തുന്ന തടയൽ നിയമത്തിലെ വകുപ്പുകളും ഇവർക്കെതിരെ ചുമത്തിയിട്ടുണ്ട്. പൗരത്വ നിയമ ഭേദഗതി വിരുദ്ധ പ്രക്ഷോഭത്തിൽ പങ്കെടുത്തതിന്റെ പേരിൽ ഡൽഹി പോലീസ് ചുമത്തിയ കേസിൽ ഉമർ ഖാലിദും ഷർജീൽ ഇമാമും ഇപ്പോൾ ജുഡീഷ്യൽ കസ്റ്റഡിയിലാണ്. സാമൂഹിക പരിസ്ഥിതി വിദ്യാർത്ഥി പ്രക്ഷോഭകരായ പ്രിഞ്ചാത് റോഡ് അംഗങ്ങളും JNU വിദ്യാർത്ഥികളുമായ ദേവാംഗന കലിത, നടാഷ നർവാർ, ജാമിയ മില്ലിയ ഇസ്ലാമിയ വിദ്യാർത്ഥി ആസിഫ് ഇക്ബാൽ തൻഹ, വിദ്യാർത്ഥി പ്രവർത്തക ഗുൽഫിഷ ഫാത്തിമ എന്നിവർക്കെതിരെയാണ് കുറ്റപത്രം നൽകിയിരിക്കുന്നത്. സെപ്റ്റംബറിലാണ് ഇവർക്കെതിരെ കുറ്റപത്രം സമർപ്പിച്ചത്. മുൻ കോൺഗ്രസ് കൗൺസിലർ ഇസ്രത് ജഹാൻ, ജാമിയ കോർഡിനേറ്റർ കമ്മിറ്റി അംഗങ്ങളായ സഫൂറ സർഗാർ, മിരാൻ ഹൈദർ, ഷിഫ ഉർ റഹ്മാൻ, ആക്ടിവിസ്റ്റ് ഖാലിദ് സൈഫി, മുൻ AMP കൗൺസിലർ താഹിർ ഹുസൈൻ, ഷദാബ് അഹമ്മദ്, തസ്ലീം അഹമ്മദ്, സലീം മാലിക്, മുഹമ്മദ് സലീം, അദാർ ഖാൻ എന്നിവരെയും കുറ്റപത്രത്തിൽ പ്രതി ചേർത്തിരുന്നു. ഇക്കഴിഞ്ഞ ഫെബ്രുവരി 24-ന് വടക്കുകിഴക്കൻ ഡൽഹിയിലുണ്ടായ കലാപത്തിൽ 53 പേർ കൊല്ലപ്പെടുകയും 200ഓളം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള. Momma's dishwash liquid, soft on hands.